ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നിതാ കുഞ്ഞിൻ്റെ സ്കൂളിൽ പോക്കുക ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. രാവിലെ എണീറ്റത് മുതൽ ഇത് ഈ ഒരു കണ്ടീഷനിലാണ് കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ സ്ഥിരം ഒരു ചടങ്ങായതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റിലുള്ളവർ മൊത്തം ഇവൻ്റെ സ്കൂൾ പോക്ക് അറിയാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഓരോരോ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതേ താഴത്തേക്ക് ഓരോ പടി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ വണ്ടി കയറ്റി അപ്പോഴും ഇത് അലമുറയിട്ട് കരയാണ്. പക്ഷേ ഇത് അവിടെ എത്തുന്ന വരെയുള്ളൂ കേട്ടോ. എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഫുൾ ഓണാണ്. അങ്ങനെ അവിടെ നമ്മളാക്കിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. പിന്നെ തിരിച്ചു വന്നത് ഡബിൾ ഹാപ്പിയിലാണ്. അപ്പോൾ എന്തൊക്കെയോ കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ അത് അൺബോക്സ് ചെയ്ത് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് പിന്നെന്താണ് പിന്നെ പിന്നെ ഇനി എന്താണ് പിന്നെ ഇത് ഇങ്ങനെ ഒരു വാട്ടർ കളറും കൂടെ അവന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ ഗിഫ്റ്റ് ഏതൊരു കുട്ടിയുടെ എന്തോ ഇതായിട്ട് കൊടുത്തത് തോന്നുന്നു. ഇത് ടീച്ചർ കൊടുത്തതുമാണ്. അങ്ങനെയാണെന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇത് ഉറങ്ങി എണീറ്റതും അവന് ഈ വാട്ടർ കളറിൻ്റെ പൊലിവിലാണ് കേട്ടോ. അപ്പോൾ ഫുൾ കളറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹോംവർക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ മടിയില്ല കേട്ടോ. അതൊക്കെ കറക്റ്റ് അതാത് സമയത്ത് ഇരുന്ന് ചെയ്യും. എന്നാലെങ്കിലും സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ളൊരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ കുട്ടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് സ്മൈലിയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സ്കൂൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് മുതലും ഡെയിലി സ്മൈലി വരച്ച് അത് പഠിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏതൊരു കാറും സംഭവമൊക്കെ വരച്ചിട്ട് എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രി ആയപ്പോൾ ഞാൻ വീണ്ടും അവനെ ഉപദേശിക്കാൻ തുടങ്ങി കേട്ടോ. നാളെ നല്ല കുട്ടിയായിട്ട് വേണം സ്കൂളിൽ പോകാൻ, വാശി പിടിക്കരുത്, കരയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അത് വീണ്ടും തെറ്റി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. എങ്ങനെയെങ്കിലും ഈ സ്കൂളൊന്ന് പോകാതിരിക്കാൻ പറ്റുമെന്ന് മാത്രം കേട്ടോ. അവൻ്റെ വീട്ടിലിരുന്ന് എത്ര നേരം പഠിക്കാനും ആൾ റെഡിയാണ്. അങ്ങനെയൊന്നും കുട്ടിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണോ അതോ ഇറാനാണോ കേട്ടതെന്ന് അറിയില്ല. പിറ്റേ ദിവസം അവൻ എണീക്കുമ്പോൾ എന്തായാലും കുട്ടിക്ക് സ്കൂളിലേക്ക് പോകേണ്ടി വന്നില്ല. ഓൺലൈൻ ക്ലാസ് ആണെന്ന് അറിഞ്ഞു കേട്ടോ. മിഡ് നൈറ്റിലാണ് മെസ്സേജ് വന്നത്. അപ്പോൾ ഓക്കെ, ബൈ.